ഒ മാധവന്റെ മകനെ CPI കൈവിട്ടു. അങ്ങനെ തന്നെ പറയണം. കാരണം ഒ മാധവന്റെ മകൻ എന്നാൽ നടൻ മുകേഷ് നടനാകുന്നത് ഒ മാധവന്റെ മകൻ എന്ന ലേബലിൽ തന്നെയാണ്. എന്നാൽ അദ്ദേഹത്തിന് കഴിവില്ല എന്ന് പറയാനില്ല. അദ്ദേഹം നല്ലൊരു നടൻ തന്നെയാണ്. നന്നായിട്ട് അഭിനയിക്കുന്ന, നന്നായിട്ട് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഒരു നടൻ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കേരള സമൂഹത്തിലുള്ള പരിവേഷം ഒരു നടൻ എന്നുള്ളല്ല, ഒരു വേട്ടക്കാരൻ എന്നുള്ള പരിവേഷമാണ് ഉള്ളത്. എന്തായാലും ഒ മാധവന്റെ മകനെ CPI കൈവിട്ടു. CPI കൈവിട്ടു എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒ മാധവനും CPIയും തമ്മിലുള്ള ഒരു ആത്മബന്ധം എന്താണെന്ന് നമ്മളൊന്ന് അറിയേണ്ടതുണ്ട്. മിക്കവാറും നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവരും അറിയാമായിരിക്കും. എങ്കിലും CPIയുടെ പ്രമുഖമായ ഒരു നേതാവായിരുന്നു ഒ മാധവൻ. ഒരു അടിയുറച്ച കമ്മ്യൂണിസ്റ്റ് വിശ്വാസിയായിരുന്നു, CPI വിശ്വാസിയായിരുന്നു ഒ മാധവനും മാധവന്റെ കുടുംബാംഗങ്ങളെല്ലാം CPI തന്നെയായിരുന്നു. മാത്രമല്ല അദ്ദേഹം അവിടുത്തെ വടക്കേവിള പഞ്ചായത്തിൽ, കൊല്ലത്തിലെ വടക്കേവിള പഞ്ചായത്തിൽ 15 വർഷത്തോളം പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ട് ഭരണം നടത്തിയിട്ടുള്ള ആളാണ്. മാത്രമല്ല കൊല്ലം ജില്ലയിലെ CPIയുടെ വളർച്ചയ്ക്ക് വളരെയധികം സംഭാവന ചെയ്ത എന്ന് മാത്രമല്ല KPSC എന്ന സംഘടന, ആ കലാസംഘടനയ്ക്ക് ഏറ്റവും അധികം ഒരു അതുല്യമായ സംഭാവന, വളർച്ചയുടെ KPSCയുടെ വളർച്ചയ്ക്ക് അതുല്യമായ സംഭാവന നൽകിയ ആളാണ് ഒ മാധവൻ. അദ്ദേഹം KPSCയുടെ സെക്രട്ടറി വരെ ആയിരുന്നു. അദ്ദേഹം KPSCയുടെ സെക്രട്ടറി ആയിരിക്കുക എന്ന കാലഘട്ടം എന്ന് പറയുന്നത് നമ്മൾ ആലോചിക്കുമ്പോൾ ഈ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന നാടകം അവതരിപ്പിച്ചതിന് ശേഷം ഈ അന്നത്തെ ഭരണാധികാരികൾ KPSCയെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അവർക്ക് നേരെ ഒരിടത്ത് പോയി നാടകം കളിക്കാൻ കഴിയില്ല. നാടകം കളിച്ചവരെല്ലാം അറസ്റ്റ് ചെയ്യും. അത്തരത്തിൽ വളരെ ഈ ഭരണകൂടത്തിൻ്റെ വേട്ട നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് KPSCയെ കരുത്തുറ്റ നേതൃത്വമായിട്ട് ഈ ഒ മാധവൻ നയിച്ചു കൊണ്ടുപോകുന്നത്. ആദ്യം KPSCയിൽ ഒരു കൂടെ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം ഒരു സഹായിയായിട്ടും അങ്ങനെ മറ്റു കാര്യങ്ങൾക്കും വേണ്ടി കൂടെ ഉണ്ടായിരുന്ന ആളാണ്, പാർട്ടിക്കാരൻ എന്നുള്ള നിലയിൽ. ഒരിക്കൽ KPSCക്ക് ഒരു പ്രധാനപ്പെട്ട നടൻ, അതിനകത്ത് അഭിനയിക്കുന്ന ഒരു നടൻ, അവരുടെ ആദ്യത്തെ നാടകം, അതായത് മകനാണ് ശരി അങ്ങനെ മറ്റാണ് ആ നാടകത്തിൻ്റെ പേര്. ആദ്യത്തെ നാടകത്തിൽ ഒരു കിളിമാനൂർകാരനായ ഒരു നടൻ സമയത്ത് സ്റ്റേജിൽ എത്തിയിട്ടില്ല, അഭിനയിക്കാൻ എത്തിയില്ല. നാടകം സ്റ്റേജിൽ അരങ്ങേറുകയും വേണം. KPSC വല്ലാതെ പ്രശ്നത്തിലായി. അപ്പോഴാണ് ഒ മാധവൻ പറഞ്ഞു എന്തായാലും ഞാൻ കയറി അഭിനയിക്കാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് സ്ക്രിപ്റ്റൊക്കെ പഠിച്ചിട്ട് ഒരു ദിവസം കൊണ്ട് പഠിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. കാരണം ഇയാൾ പിന്നീട് വരില്ല എന്നൊക്കെ പറഞ്ഞത് തലേ ദിവസം മറ്റാണ് അറിയുന്നത്. ഒരു ദിവസം കൊണ്ട് സ്ക്രിപ്റ്റൊക്കെ പഠിച്ചു പെട്ടെന്ന് അദ്ദേഹം ഈ കഥാപാത്രത്തെ അന്ന് സ്റ്റേജിൽ അവതരിപ്പിച്ചു ഒ മാധവൻ. അന്ന് മുതലാണ് ഒ മാധവൻ ഇനി ഈ കഥാപാത്രം അവതരിപ്പിച്ചാൽ മതി എന്ന് KPSC തീരുമാനിക്കുന്നത്. KPSCയിലെ പ്രമുഖ നടനായിട്ട് മാറുന്നത് അങ്ങനെയാണ്. അത് കഴിഞ്ഞ് കമ്മ്യൂണിസ്റ്റ് ആക്കിയിലെ പാട്ടക്കാരൻ പപ്പുവിൻ്റെ വേഷത്തിലാണ് ആദ്യം പിന്നീട് KPSCയിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നത് ഒ മാധവൻ. അത് കഴിഞ്ഞിട്ട് പിന്നീട് അതിലെ ഏറ്റവും നായകനായ പപ്പുപിള്ളയുടെ ഒരു റോള് അദ്ദേഹത്തിന് അഭിനയിക്കേണ്ടി വന്നു. അത് വളരെ സമർത്ഥമായി തന്നെ. ആ പപ്പുപിള്ളയുടെ റോൾ അഭിനയിക്കുമ്പോൾ നമ്മൾ പറയേണ്ടത് ഏറ്റവും പ്രമുഖനായ 2 നടന്മാർ PJ ആന്റണിയും കാമ്പശ്ശേരി കരുണാകരനും അവതരിപ്പിച്ച കഥാപാത്രത്തെയാണ് അവർക്ക് ശേഷം ഒ മാധവൻ അവതരിപ്പിക്കുന്നത്. അവർക്കൊപ്പം തന്നെ ഗംഭീരമായി തന്നെ അദ്ദേഹം ആ നാടകം അവതരിപ്പിച്ചു. പിന്നീട് KPSCയിൽ തുടർച്ചയായിട്ട് പല നാടകങ്ങളിലും, അതുപോലെ തന്നെ മുടിയനായ പുത്രനിൽ റൗഡി രാജനായിട്ട് വന്നു. അങ്ങനെ പ്രമുഖമായ പല കഥാപാത്രങ്ങളെ അദ്ദേഹം അവതരിപ്പിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊല്ലത്തെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകനായിട്ടും നേതാവായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വളർത്തുന്നതിൽ ത്യാഗസമ്പന്നമായ സംഭാവനയാളായിട്ടും ഒ മാധവൻ മാറുന്നു. 1960-ലാണ് പിന്നെ അദ്ദേഹം KPSC എന്നൊക്കെ പോയിട്ട് അദ്ദേഹം സ്വന്തമായിട്ടൊരു നാടക സംഘം ഉണ്ടാക്കുന്ന കാളിദാസ കലാകേന്ദ്രം എന്ന പേരിൽ ഒരു നാടക സംഘം ഉണ്ടാക്കുന്നത്. എന്തായാലും അങ്ങനെയുള്ള ഒ മാധവന്റെ മകനെ CPI ഇപ്പോൾ കൈവിട്ടിരിക്കുന്നു. CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം കൂടിയിട്ട്, പ്രത്യേക യോഗം കൂടിയിട്ട് മുകേഷിനെ രാജിവെക്കുന്നതാണ് നല്ലത്, അതിന് പ്രേരിപ്പിക്കണം എന്ന് തീരുമാനിച്ചിരിക്കുമെന്നാണ് അറിയുന്നത്. ആ തീരുമാനം പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വത്തിൻ്റെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ആ തീരുമാനം ബിനോയ് വിശ്വം CPM സെക്രട്ടറി ഗോവിന്ദനോടും അതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയനോടും പറയണം. CPIയുടെ പക്ഷം ഇതാണ്, മുകേഷ് ഇനി MLA സ്ഥാനത്ത് ഇരിക്കാൻ പാടില്ല, രാജിവെക്കണം എന്ന് തന്നെയാണ് CPIയുടെ പക്ഷം. അതുകൊണ്ട് ആ വിവരം CPM നേതാക്കളെ അറിയിക്കണമെന്ന് ഇപ്പോൾ പാർട്ടി തീരുമാനിച്ചു
തീരുമാനിച്ചിരിക്കുന്നതാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഇത് സംസാരിക്കാൻ വരുമ്പോൾ എനിക്ക് കിട്ടുന്ന വിവരം. പക്ഷേ അതിനു മുമ്പ് തന്നെ CPIക്ക് അഭിപ്രായ ഭിന്നത ഉണ്ടായി. പിന്നെ ആനി രാജ ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് തന്നെ മുകേഷ് ഇനി ഒരു നിമിഷം MLA ആയിട്ടിരിക്കരുത്, രാജിവെക്കണമെന്ന് പറഞ്ഞു. അതിനുശേഷം കൊല്ലത്തെ പ്രമുഖനായ നേതാവും ദേശീയ നേതാവുമായ പ്രകാശ് ബാബു രാജിവെക്കണമെന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ ബിനോയ് വിശ്വം അതിനെ തള്ളിക്കൊണ്ട് അങ്ങനെ ഉടനെ രാജിവെക്കേണ്ട കാര്യമില്ല, സമാധാനമായിട്ട് കാര്യങ്ങൾ ആലോചിച്ചാൽ മതി. എന്നാൽ CPMന്റെ മനസ്സറിഞ്ഞിട്ട് നമ്മുടെ അഭിപ്രായം പറഞ്ഞാൽ മതി എന്നാണ്. കാരണം CPM എന്ന് പറയുന്നോ അതിനനുസരിച്ച് നീങ്ങാനാണല്ലോ CPI ഇപ്പോൾ ഉള്ളത്. CPIയുടെ ഒരു അടിമയായിട്ടും CPIയുടെ ഒരു അനിയനായിട്ടും വലിയേട്ടനായിട്ടും CPMനെ കാണുകയും അങ്ങനെ നിൽക്കാനാണല്ലോ CPI എപ്പോഴും ആഗ്രഹിക്കുന്നതും, പ്രത്യേകിച്ച് ബിനോയ് വിശ്വത്തിന്റെ കാലത്തും. അതല്ലെങ്കിലും അങ്ങനെ തന്നെയായിരുന്നു. ആകപ്പാടെ പിന്നെ ചന്ദ്രപ്പന്റെ കാലഘട്ടത്തിൽ മാത്രമാണ് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അനുഭവം നമ്മൾ CPIയിൽ കണ്ടിട്ടുള്ളത്. പോട്ടെ, പിന്നെ വെളിയത്തിന്റെ കാലത്തും ഈ രണ്ട് കാലഘട്ടത്തിൽ മാത്രമാണ് CPIയിൽ ഒരു ആർജവമുള്ള നേതൃത്വം നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പോഴ് നമ്മളത് കാണുന്നില്ല. പോട്ടെ, ആ കാര്യം നമ്മളിവിടെ പറയുന്നില്ല. എന്തായാലും CPI O മാധവന്റെ മകനെ കൈവിട്ടിരിക്കുന്നു എന്നാണ് കാണുന്നത്. ഇത് CPM ഇത് എങ്ങനെ എടുക്കും? രാവിലെ CPM മുകേഷിനോടൊപ്പം നിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. CPI അങ്ങനെ പറഞ്ഞിട്ടില്ല, നേതൃത്വം അങ്ങനെ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല എന്ന ന്യായീകരണം പറഞ്ഞുകൊണ്ടാണ് മുകേഷിനൊപ്പം നിൽക്കാൻ CPM തീരുമാനിച്ചത്. ഇപ്പോൾ ഇതാ CPI തീരുമാനിച്ചിരിക്കുന്നു മുകേഷിനെ രാജിവെക്കുന്നതാണ് നല്ലത്, അതിന് പ്രേരിപ്പിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അത് CPM നേതൃത്വത്തെ CPI നേതൃത്വം അറിയിക്കും. അതിന് എന്ത് CPM പ്രതികരണം നടത്തുമെന്ന് അറിയില്ല. എന്തായാലും മുകേഷിന് രാജി ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരത്ത് വൻ ശക്തമായ പ്രതിഷേധം, അദ്ദേഹത്തിന്റെ വീട്ടിന് മുന്നിലേക്ക് ശക്തമായ പ്രതിഷേധവും ലാത്തിചാർജ് വരെ ഉണ്ടാകാവുന്ന അവസ്ഥ വന്നിരിക്കുന്നു. കൊല്ലത്തും അതുപോലെ വലിയ ശക്തമായ പ്രതിഷേധം നടക്കുകയാണ്. CPM തീരുമാനിക്കട്ടെ മുകേഷിനെ എന്തു ചെയ്യണമെന്ന്.